കാർത്തിക്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. കാർത്തിക്, നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ഓക്കെ, 2 minutes. ഓക്കെ. ജാനുവിന്റെ ഫോണാണല്ലോ. ജാനു, നീ സേഫ് ആണല്ലോ അല്ലേ? ക്യാഷ് എവിടെയായിരിക്കുന്നേ? ഓക്കെ, നീ സൂക്ഷിച്ചിരിക്കെ, ഞാനിതാ വരുന്നു. ബൈ. ഹലോ, നീ അവിടെ എന്ത് ചെയ്യാ? നമ്മുടെ അവന്തിക മാഡം അല്ല, ജാനു മാഡം. ഏതെങ്കിലും വിധത്തിൽ അവള് രക്ഷപ്പെടാൻ ശ്രമിച്ച കൊന്നേക്ക്, മനസ്സിലായോ? ആരാടാ നീ? പറയ്. നിക്ക. എന്താ ജാനു, എന്തായി നടക്കുന്നേ? നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? കാർത്തിക്, ഞാൻ തെറ്റ് ചെയ്തു പോയി. എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ പറയാം. നീ എന്നെ എന്നും സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്ന വാക്കുതാ. ഐ ലവ് യു ഫോർ എവർ ജാനു. നിനക്കറിയില്ലേ അത്? നീ അന്ന് ബാംഗ്ലൂരിലേക്ക് പോയതിനു ശേഷം ജാനു, വാട്ട് ഹാപ്പൻ? ചേച്ചിയോ? ഇരിക്ക. എന്തു പറ്റി? ഒന്നുമില്ല ചേച്ചി. കാർത്തിക് എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെയൊന്നും ഉണ്ടായില്ല ചേച്ചി. പിന്നെന്തിനാ നീ സാഡായിരിക്കുന്നേ? ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. ശരി, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ കോഫി എടുത്തിട്ട് വരാം. എന്താ ഇത്? പണം. നിനക്ക് വേണമെങ്കിൽ ഇത് കൊണ്ടുപോ, പക്ഷെ അതിനു മുന്നേ അവളെ കൊല്ലണം. ഓഹോ, അവളെ കൊന്ന് ഞാൻ ജയിലിൽ പോയിട്ട് നീയും കാർത്തികും കൂടി സുഖമായിട്ട് ജീവിക്കാമെന്നല്ലേ? ഏയ്, ബുദ്ധിയില്ലാത്തവനെ പോലെ സംസാരിക്കരുത്, കൊന്നുകളയാ. ഏയ് രോഹിത്, നീ എന്താ ഈ ചെയ്യുന്നത്? വേണ്ട രോഹിത്, അത് നമ്മുടെ പണമല്ല. രോഹിത് പറയുന്ന കേക്ക്. ചേച്ചി, രോഹിത്, നീ എന്താ ചെയ്തേ? എന്ത് ചെയ്യേണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിനു വേണ്ടി നീ കൊല്ലൂ? ഐ എം സോറി ചേച്ചി, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. ചേച്ചി പ്ലീസ്,
ചേച്ചി പ്ലീസ് ചേച്ചി. അവനൊരു വൃത്തികെട്ടവനാ. അവൻ മരിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഈ കേസില് പെട്ടു പോവുമല്ലോ. ഞാൻ കാർത്തിക്കിനെ ഒന്ന് വിളിക്കട്ടെ. കാർത്തിക് ഇതറിഞ്ഞ ഇതൊരു കാരണമാക്കി നിന്നെ അവൻ ഉപേക്ഷിക്കും. ഇനി നിന്നെ ഇഷ്ടം, നീ വേണമെങ്കിൽ പറഞ്ഞു. വേണ്ട ചേച്ചി, ഞാൻ ചേച്ചി പറയുന്നത് പോലെ അനുസരിക്കാം. പ്ലീസ് ചേച്ചി, എന്നെ ഒന്ന് രക്ഷിക്കാം. പേടിക്കണ്ട ജാനു, ഞാനുണ്ടല്ലോ. ഞാൻ പറയുന്ന പോലെ ചെയ്. ആരെയും കോൾ ചെയ്യരുത്. ഞാൻ പറയുന്ന സ്ഥലത്ത് പോയിരിക്കെ. ഒരുപക്ഷെ അറിഞ്ഞ എന്നെ അവർ അറസ്റ്റ് ചെയ്യും. ഓക്കെ ചേച്ചി, ഞാൻ ചേച്ചി പറയുന്നത് പോലെ ചെയ്യാം. ഏത് വിധത്തിലെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കാം. നീ എന്റെ കൂടെ വാ. ചേച്ചി ബാഗ് അങ്ങ് ടച്ച് ചെയ്യരുത്. വാ, എന്റെ കൂടെ വാ. ജാനു, ഇതിൽ തെറ്റൊന്നും കാണുന്നില്ല. ഞാൻ പറയുന്നത് കേക്ക്. ഇല്ല കാർത്തിക്, ഞാൻ തെറ്റ് ചെയ്തു. ഐ കിൽഡ് രോഹിത്. ജാനു, ഇത് നോക്ക്. മാഡം, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ ഗൗരവം അറിയോ? എനിക്കറിയാം. നീ പുറത്തു പോ. എന്തറിയാന്ന്? കാർത്തിക് ചെയ്ത കുറ്റത്തിന് എന്തിനാ ജാനുവിനെ പൂട്ടിയിട്ടിരിക്കുന്നത്? പാവം, അവൾക്കൊന്നും അറിയില്ല. അവൾക്ക് കാർത്തികിനോടുള്ള സ്നേഹം ഇല്ലാതാകുമെന്ന് പേടിച്ച് ഒരു സിംഹത്തിന്റെ ഗുഹയിൽ ഒളിച്ചിരിക്കുക. അത് സിംഹത്തിന്റെ ഗുഹയിലേക്ക് വരുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു. വൺസ് വന്നു കഴിഞ്ഞാ ആഹാരമായി മാറിക്കോണം. നീ വായു അടച്ച് നിന്റെ ജോലി നോക്ക. ശരി, നോക്കിക്കോളാം. പക്ഷെ കാർത്തികിനെ എല്ലാ വിവരവും അറിയിച്ചതിന് ശേഷം. ഓ, നീ ഒരുപാട് നാളായി എന്റെ ജോലിക്കാരി ആയതുകൊണ്ട് വിടാന്ന് വിചാരിച്ചപ്പോ നീ എന്നെ തന്നെ കാണിച്ചു കൊടുക്കുന്നോ? ഇപ്പൊ മനസ്സിലായോ? എവിടെ പോയതാ കാർത്തിക്? രോഹിത്തിനെ കാണാനായിട്ടാ. എന്നിട്ട് രോഹിത്തിനെ കണ്ടോ? എന്താ അങ്ങനെ ചോദിച്ചേ? പറയൂ കാർത്തിക്, എന്താ മാറ്റർ? നീ അത് പറഞ്ഞേ പറ്റൂ ക്ഷേത്ര. എനിക്കറിയില്ല, ജാനുവിനോട് ചോദിക്കേ. പറയൂ ചേച്ചി. ഞാനതിന് പറയണം? നിനക്കറിയില്ലേ, നീ ചെയ്ത കാര്യങ്ങൾ പോലീസ് അറിഞ്ഞാ നിന്റെ ലൈഫേ ഇല്ലാതാകും. ഇത് നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോകാനെടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റ്. എന്തിനാ പോകുന്നത്? ഇത് നിങ്ങൾ ഹോസ്പിറ്റലിൽ ബ്ലഡ് സാമ്പിളിന് വേണ്ടി എടുത്ത സർട്ടിഫിക്കറ്റ്. ഇത് CCTV ഫുട്ടേജ്. എന്തിനാ ചെയ്തത്? ഞങ്ങൾക്ക് കിട്ടിയ പ്രൈമറി ഇൻഫർമേഷൻ പ്രകാരം സസ്പെക്ട് ഒരു ലേഡിയാണെന്ന് മനസ്സിലായി. CCTV ഫുട്ടേജും മൊബൈൽ കോൾസും വെച്ച് ആദ്യം ജാനു ആണെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോ വീണ്ടും ഞങ്ങളെ അവിടെ വെച്ച് കണ്ട പ്രോബ്ലം ആകുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് മനസ്സിലായത് നീ സത്യമാണോ കള്ളമാണോ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ വെച്ച് നിന്റെ കൈ ഞാൻ പിടിച്ചത്. നീ ടെൻഷനാവുന്നെന്ന് കണ്ടതും ഉടനെ നിന്നെ ഫോക്കസ് ചെയ്യുകയും നിനക്ക് ചുറ്റും ക്യാമറ വയ്ക്കുകയും ചെയ്തു. നീ ജാനുവിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തതെന്നാ. ഇപ്പൊ എനിക്കറിയേണ്ട ഒരു കാര്യം, നീ എന്തിനു ചെയ്തു, എങ്ങനെ ചെയ്തു? ഹലോ, സൈലൻസ്. ഞാനും കാർത്തിക്കും സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കയറാൻ നീ ആരാ? കാർത്തിക് അല്ലാതെ വേറെ ആരെങ്കിലും സംസാരിച്ചോ അവരെ ഞാൻ കൊന്നുകളയും. കാർത്തിക്, വാ വാ, വന്നെ പറയട്ടെ. കാർത്തിക്, നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ? നമ്മുടെ ലൈഫ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? ഒരു വശത്ത് കൊലയും മറ്റൊരിടത്ത് പ്രേമോ, അതെങ്ങനെ സാധിക്കും? രോഹിത് എവിടെയാണെന്ന് പറ. ചത്തകളെയൊന്ന് പറഞ്ഞതല്ലേ? നീ ചത്ത എന്റെ ദേഷ്യം എങ്ങനെ തീരുന്നേ?
അതിനാ നിന്നെ കൊല്ലുന്നേ. ഇത് ജാനുന്റെ ബ്ലഡ് സാമ്പിൾ, ഇത് യൂറിൻ സാമ്പിൾ. പാവം എന്റെ അനിയത്തി. ചേച്ചി ചേച്ചി ചേച്ചി. Born in hell, Janu. ഇപ്പൊ എന്റെ കാർത്തിക് എനിക്ക് മാത്രം സ്വന്തം. സോറി ജാനു. എന്റെ കൂട്ടുകാരൻ രോഹിത്തിനെ നീ കൊന്നല്ലേ? നീ തെറ്റ് ചെയ്തു ക്ഷേത്ര. നിനക്കറിയാമോ, അവന് നിന്റെ പ്രാണനായിരുന്നു. നിന്നെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. നിന്നെ കുറിച്ചൊരു ചെറിയ അറിവ് കിട്ടിയാൽ പോലും അവൻ ഈ ലോകം ജയിച്ച പോലെ ആയിരുന്നു. ലൈഫിൽ അവൻ എപ്പോഴും ആരോടും ഒന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. നിനക്ക് വേണ്ടി അവൻ നാണവും മാനവും മറന്ന് ഭിക്ഷയെടുത്തു. എത്രയോ കള്ളം പറഞ്ഞ് നിന്റെ ഡാൻസ് പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ അവൻ എന്നോട് യാചിച്ചു. എന്നോട് വാങ്ങിച്ച കാശ് പോലും അവൻ നിനക്ക് വേണ്ടിയാ ചെലവഴിച്ചത്. എടേ, അവന് വേണ്ടി പണമെന്നല്ല, എല്ലാം ഞാൻ വേണ്ടെന്ന് വെക്കും. എന്തിന് എന്റെ പ്രേമം പോലും. നിന്റെ പ്രേമത്തിന് വേണ്ടി അവന്റെ ജീവിതം പോലും ബലികഴിച്ചല്ലോടി. ഞാൻ നമ്മുടെ പ്രേമത്തെ കുറിച്ച് പറയുമ്പോ നീ വേറെ ആരുടെങ്കിലും പ്രേമത്തെ കുറിച്ച് പറയുന്നത് എന്തിനാ? എന്റെ നിന്റെ ഇടയിൽ ആരെങ്കിലും വന്നാ കൊന്നുകളയും ഞാൻ. അത് ജോനു ആയാലും രോഹിത് ആയാലും ഇനി മോളിലിരിക്കുന്ന ദൈവമായാലും. കൊന്നുകളഞ്ഞാ അത് പ്രേമാവോ? വേറെ എന്ത് ചെയ്യണമെന്നാ പറയുന്നത് കാർത്തിക്? ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് പ്രേമിച്ച് നിന്റെ കൂടെ എത്ര സ്വപ്നങ്ങൾ കണ്ടതാ. ഒരു പുതിയ ജീവിതം എത്രമാത്രം ആഗ്രഹിച്ചതാ. പക്ഷേ ആരെങ്കിലും വന്ന് നിന്റെ ഗേൾ ഫ്രണ്ടിനെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ നീ വിട്ടുകൊടുക്കോ? അങ്ങനെ പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല. നിന്റെ ക്ഷേത്ര എന്റെ കൂടെ കഴിഞ്ഞാലേ സന്തോഷത്തോടെ കഴിയുമെന്ന് പറഞ്ഞതുകൊണ്ടാ വിട്ടത്. എന്റെ കുഞ്ഞുനാൾ മുതൽ എന്നെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്താവൻ. നീ എന്റെ കൂടെ സന്തോഷത്തോടെ കഴിയില്ലെന്ന് പറഞ്ഞവൻ. അതുകൊണ്ടാ നിന്നെ ഞാൻ വിട്ടത്. നിനക്കെന്താ വിട്ടുകളയല്ലോ? നീ കാരണം എന്റെ അച്ഛനും അമ്മയെ പോലും എന്നെ ഉപേക്ഷിച്ചു. നിങ്ങൾ കല്യാണം കഴിച്ച ശേഷം എന്താ നടന്നെന്ന് അവളോട് പറഞ്ഞോ? നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ നീ ഇവളെ കല്യാണം കഴിക്കുമായിരുന്നോ? അത് മാത്രല്ല, അവൾ എന്റെ മുമ്പേ വന്നു നിന്ന് എന്റെ മുഖത്ത് നോക്കി ചേച്ചി ചേച്ചി എന്ന് വിളിച്ചോണ്ടിരിക്കുന്നു. ആർക്കായാലും ദേഷ്യം വരില്ലേ? ഒരു ദിവസം ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നു. ജാനുവിന്റെ ഡയറി വായിച്ചു. അവൾക്ക് നിന്റെ പാസ്റ്റ് ലൈഫിനെ പറ്റി അറിയാമെന്നും അതുകൊണ്ട് തന്നെ അവൾക്ക് നിന്നെ സംശയമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുപയോഗിച്ച് നിന്നെ പോലീസ് കേസിൽ പ്രതിയാക്കി. നിനക്കുണ്ടായിരുന്ന പേര്, പ്രശസ്തി, പണം ഇതെല്ലാം ഞാൻ സ്പോയിൽ ചെയ്തു. നിന്റെ ഫ്രണ്ടിനെ ഞാൻ ഇല്ലാതാക്കി. അവസാനം എന്റെ അടുത്ത് തന്നെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. വരികയും ചെയ്തു. പക്ഷേ ഇയാള് കാരണം എല്ലാം നശിച്ചു. എന്തിനാണോ ചെയ്യുന്നേ? ഏയ്, ആരാടി വന്നത്? നിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കുമെന്ന് വിചാരിച്ചോ? നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് ചോദിച്ചില്ലേ? അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. നീ പറഞ്ഞതല്ല ഷാലു വീഡിയോ എടുത്ത് ജാനുവിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനു വേണ്ടിയാ ഞാൻ നിന്നെ ഇവിടെ എത്തിച്ചത്. എനിക്കൊന്നും അറിയണ്ട കാർത്തിക്. എനിക്ക് വേണ്ടത് നിന്നെയാണ്. നിന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ എത്ര പേരെ കൊന്നത് ഒന്ന് മനസ്സിലാക്ക്. എന്നിട്ട് എന്റെ കൂടെ വാ. നീ എന്താ ചെയ്യുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നീ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തു. കാർത്തിക്, എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇവക്ക് വേണ്ടിയാണോ? ഇവള് നിന്നെ സ്നേഹിക്കുന്നെന്നാണോ നീ വിചാരിക്കുന്നേ? നിന്റെ ഭാര്യയോട് മരിക്കാൻ പറഞ്ഞ മരിക്കോ? കണ്ടില്ലേ, ഇവളാണോ നിന്നെ സ്നേഹിക്കുന്നത്? മരിക്കാൻ ഇവക്ക് പേടി. പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറാ. നീ എന്റെ കൂടെ വാ, നമുക്ക് പോവാ. എന്താടി നീ ജീവൻ കളയുമെന്നോ? എത്ര പേരുടെ ജീവനാ നീ കളഞ്ഞെന്നറിയോ? പ്രേമം എന്നാൽ ജീവൻ കൊടുക്കുന്നതാണ്, അല്ലാതെ ജീവൻ കളയാനുള്ളതല്ല. എപ്പോഴും ജീവൻ കൊടുക്കും ജീവൻ കൊടുക്കും പറയാറില്ലേ? ആ നാടകം ഇവിടെ വേണ്ട ക്ഷേത്ര.
ജാനു മൈ ബാഗ്. ജാനു എന്റെ വാച്ച് എവിടെ? ജാനു സമയം ഒരുപാടായി. എത്ര നേരമായി? ഡാഡി ഏയ് കാർത്തിക് വാച്ച്. താങ്ക് യു. എല്ലാ കിസും മോൾക്ക് കൊടുത്താ പിന്നെ എനിക്കോ? മരിച്ചുപോയ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നെന്ന് നീ വിശ്വസിക്കോ? ഐ ലവ് യു കാർത്തിക്. നിന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ ഇനിയും ജനിക്കും.